എന്നിട്ട് അവളുടെയും ഉത്തരം എഴുതി തുടങ്ങി. അധ്യാപിക എല്ലാവരുടെയും ഉത്തരക്കടലാസ് വാങ്ങുവാൻ തുടങ്ങി. അന്നയുടെ മുഖത്ത് പരിഭ്രമം കണ്ട് അധ്യാപിക അവളെ സമാധാനിപ്പിച്ചു. ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും നേരത്തെ പഠിച്ചതാണ്. അന്ന, മോൾ വിഷമിക്കേണ്ട, ഇത് നമുക്ക് പതിയെ പഠിച്ചെടുക്കാം. അന്ന ഇങ്ങനെ പറയൂ, ടീച്ചർ, ലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിൽ 7 എണ്ണം ഏതൊക്കെയാണെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. അന്ന ഇത് പറയും കഴിഞ്ഞപ്പോൾ ക്ലാസ് ഒന്നടങ്കം ചിരിച്ചു. അതിനുശേഷം അന്ന അധ്യാപികയുടെ നേരെ ഉത്തരക്കടലാസ് നീട്ടി. അധ്യാപിക എല്ലാവരുടെയും ഉത്തരക്കടലാസ് ഉറക്കെ വായിക്കുവാൻ തുടങ്ങി. താജ്മഹൽ, ചൈനയുടെ വൻമതിൽ തുടങ്ങിയ എല്ലാവരും ശരി ഉത്തരം എഴുതിയിരുന്നു. ഒടുവിൽ അധ്യാപിക അന്നയുടെ ഉത്തരക്കടലാസ് വായിക്കുവാൻ തുടങ്ങി. അവൾ ഇപ്രകാരം എഴുതിയിരുന്നു: ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഇവയൊക്കെയാണ്. 1. ഉള്ളു തുറന്ന് ചിരിക്കുക. 2. സത്യത്തെ പിന്തുടരുക. 3. എല്ലാവരും ബഹുമാനിക്കുക. 4. സ്വയം വിശ്വസിക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസം സമ്പാദിക്കുക. 5. ആത്മവിശ്വാസം കൈവിടാതെ ഇരിക്കുക. 6. മനസ്സറിഞ്ഞ് സഹായിക്കുക. 7. നല്ല കാര്യങ്ങൾ അംഗീകരിക്കുക. അധ്യാപിക ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് നിശബ്ദമായി. മനുഷ്യനിർമ്മിതമായ 7 അത്ഭുതങ്ങൾ കാണാതെ പഠിക്കുന്നതിൽ ദൈവം നമുക്ക് സമ്മാനിച്ച അത്ഭുതങ്ങൾ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താനായി കൊച്ചുമിടുക്കിക്ക് കഴിഞ്ഞു. കൂട്ടുകാരെ, അറിവ് എന്നത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നല്ല. അത് നമുക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ അംഗീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് അറിവ് എന്നത് പൂർണ്ണതയിലെത്തുന്നത്. നന്ദി.
സാഗർ വന്നു